ആദ്യം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും. മജിസ്ട്രേറ്റ് കോടതിക്ക് പിന്നാലെ ദുർഗ് സെഷൻസ് കോടതിയും ജാമ്യാപേക്ഷ പരിഗണിക്കാൻ തയ്യാറായില്ല. അധികാര പരിധിയിലല്ലാത്തതിനാൽ ബിലാസ്പൂർ NIA കോടതിയെ സമീപിക്കാനാണ് നിർദ്ദേശം. കോടതിക്ക് മുന്നിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തില്ലെന്ന് BJP നേതാവ് അനൂപ് ആന്റണി. സർക്കാർ പിന്തുണയ്ക്കുകയാണ് ചെയ്തതെന്ന് അനൂപ് ആന്റണി പറഞ്ഞു. വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. ഓർഡറിന്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടില്ല. പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. ഓർഡറിന്റെ കോപ്പിയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്കുള്ളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഇതാണ്. അതായത് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻ തന്നെയുണ്ട്. ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അത് ബിലാസ്പൂരിലുള്ള സ്പെഷ്യൽ കോർട്ട്, NIAയുടെ സ്പെഷ്യൽ കോർട്ട്, അതും സെഷൻ കോടതിയാണ്, അവിടെ നിന്നാണ് ജാമ്യാപേക്ഷ നേടേണ്ടത് എന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ ജാമ്യാപേക്ഷ അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ വന്ന് ഈ ജാമ്യാപേക്ഷ ഇട്ടിട്ട് അവിടെ നിന്ന് ജാമ്യം അങ്ങോട്ട് കൊടുക്കും. കന്യാസ്ത്രീകളുടെ ആരോഗ്യനില മോശമെന്ന് ദുർഗ് സെൻട്രൽ ജയിലിലെത്തി സിസ്റ്റർ പ്രീതി മേരിയെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സന്ദർശിച്ച ശേഷം ഇടതു നേതാക്കൾ പ്രതികരിച്ചു. They should be awarded by this country for the work that they are selfless work they are doing, instead of which they are in jail because of this wrong, toxic agenda of the BJP government here targeting Christians. We were told that in front of the police they were beaten up. The young Adivasi girls were beaten up. One of the nuns was insulted, humiliated, intimidated. She had to hear the most filthy abuse. And today the nuns are asking, are we not citizens of India? We are ashamed today of what the nuns are facing. We are ashamed. And therefore we have demanded immediate action. വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതി അജീഷ് ചെകുമാർ ദുർഗിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഇന്നേക്ക് 6ാം ദിവസമാണ് കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുന്നത്. ഇന്നലെ കീഴ്ക്കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചു. അവിടെ അധികാരപരിധിയുടെ പ്രശ്നം പറഞ്ഞ് സെഷൻസിലേക്ക് വിട്ടു. അവിടെയും അധികാരപരിധിയുടെ സാങ്കേതികത്വമാണ് പറയുന്നത്. ഇനി എന്താണ് കന്യാസ്ത്രീകൾക്ക് മുമ്പിലുള്ളത്? NIA കോടതിയിലേക്ക് എത്തണമെങ്കിൽ NIA കേസെടുക്കുക എന്നൊരു സ്വാഭാവിക നടപടിക്രമം മുന്നിലില്ലേ? അങ്ങനെ ഒരു കേസ് ഇതുവരെ എടുത്തിട്ടുമില്ല. ഇനി എന്താണ് സാധ്യതകൾ? ഇനി എങ്ങനെയായിരിക്കും തുടർ നിയമ നടപടികൾ? അജീഷ്, ഇനി എന്തായാലും ബിലാസ്പൂരിലുള്ള സ്പെഷ്യൽ NIA കോർട്ടിലേക്ക് മൂവ് ചെയ്യാനാണ് ഈ കുടുംബാംഗങ്ങളും ആലോചിക്കുന്നത്, സഭയും ആലോചിക്കുന്നത്. നിലവിൽ അങ്ങനെ ഒരു കൂടിയാലോചന നടത്തിയതിന് ശേഷം ബിലാസ്പൂരിലേക്ക് പോകാനാണ് ഇപ്പോൾ അവർ കൂടിയാലോചിച്ച് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദുർഗ് സെൻട്രൽ ജയിലിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഈ 2 കന്യാസ്ത്രീകളെയും സന്ദർശിച്ച ശേഷം MLA മാരും കുടുംബാംഗങ്ങളും നമ്മളെ കണ്ടിരുന്നു. ഇപ്പോൾ MLA സജീവ് ജോസഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇനി എന്താണ് നടപടി? ഈ കോടതിയിൽ ഇന്നുണ്ടായത് ഒരു തിരിച്ചടിയാണോ? ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ഒരു നീതിപൂർവമായിട്ടുള്ള അനുകൂലമായ ഒരു തീരുമാനം പ്രതീക്ഷിച്ചിരുന്നു, ഉണ്ടായില്ല. ഇനി 1-2 മണിക്കൂറിനുള്ളിൽ കോടതിയുടെ വിധി പകർപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓർഡർ കിട്ടിയാൽ തുടർന്നുള്ള നടപടികൾ ആലോചിക്കാം, എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാമെന്നാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത്. അതായത് NIA കോർട്ടിൽ പോകുന്നതാണോ ഇനി നേരെ ഹൈക്കോടതിയിലേക്ക് പോകുവാനാണോ? എങ്ങനെയാണ് തീരുമാനമെന്ന് ആലോചിച്ചത്? ഇന്ന് കോടതിയിൽ വാക്കാലുള്ള പരാമർശം മാത്രമാണ് വക്കീലിൻ്റെ ശ്രദ്ധയിലുള്ളത്. ഓർഡർ കിട്ടുമ്പോഴേ ഡീറ്റെയിൽ ആയിട്ട് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകും. അതുകൊണ്ട് ഓർഡർ വായിച്ചാലേ അത് സംബന്ധിച്ച് തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് തന്നെ ഒരു 3 മണിയോട് കൂടി ഇന്ന് ഓർഡർ കിട്ടിയാൽ സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ ഫയൽ ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നാളെ ചെയ്യാൻ സാധിക്കുമെന്നാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം സജീവ് ജോസഫ് MLA ആണ് ഇപ്പോൾ കന്യാസ്ത്രീകളെ കണ്ടതിന് ശേഷം അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. പരമാവധി സമയം, അതായത് മാക്സിമം ഇന്ന് തന്നെ അത് മേൽക്കോടതിയിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ NIA കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഓർഡറിന്റെ പകർപ്പ് കിട്ടിയതിന് ശേഷം എന്താണ് കോടതി വിശദമായി പറഞ്ഞതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നാളെ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഇന്ന് കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് സെക്ഷൻ 143 അതൊരു ഷെഡ്യൂൾഡ് സെക്ഷനാണ്. ആ സെക്ഷൻ ആ സെക്ഷൻ ചുമത്തിയത് കൊണ്ട് ഇത് സെഷൻസ് കോടതിക്ക് ഈ കേസ് പരിഗണിക്കാനാവില്ല എന്നുള്ളൊരു സാങ്കേതിക കാരണമാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് സ്പെഷ്യൽ കോടതികൾ ഉണ്ട്. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. എന്തായാലും അജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കന്യാസ്ത്രീകൾക്ക് ജയിലിൽ തുടരണം, സാങ്കേതികത്വം പറഞ്ഞ് NIA കോടതിയിലേക്ക് പോകണമെന്നാണ് സെഷൻസ് കോടതിയും പറയുന്നത്. അതേപോലെ തന്നെ രാഷ്ട്രീയപ്പോരും മറ്റൊരു ഭാഗത്ത് മുറുകുന്നുണ്ട്. BJP സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടും കാര്യങ്ങളൊന്നും അനുകൂലമായി നടക്കുന്നില്ല എന്ന ആക്ഷേപവും കൂടിയാണ് പരക്കുന്നത്.